അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മുടെ ജീവിതത്തിൻ്റെ ചില സമീപനങ്ങളെ പരിശോധിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ ഒരു പരിശോധന നടത്താൻ നമുക്ക് പറ്റും. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഒരു നല്ല ഭാര്യ എന്ന് പറയുമ്പോൾ അതെന്താണ്? നല്ല ഭാര്യ എന്ന് പറഞ്ഞാൽ അതവിടെ സൗന്ദര്യമാണോ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണോ? അല്ല. ഫദ്ഫർ ബിദാത്തി ദീനാണ്, മതമാണ്. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് ജുമുഅക്ക് പള്ളിയിൽ പോകുന്നു. അതേപോലെ തന്നെ നമ്മൾ ഖുർആൻ ക്ലാസ്സുകളിൽ നമ്മൾ പങ്കെടുക്കുന്നു, ദീനിയായ കാര്യങ്ങൾ കേൾക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ റേഡിയോ കേൾക്കുന്നു. അങ്ങനെ നമ്മൾ നിരന്തരമായി ദീൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളാണ്. അങ്ങനത്തെ ഒരു സഹോദരി അവരവരുടെ ഭർത്താവുമായുള്ള ബന്ധങ്ങളിലും പെരുമാറ്റങ്ങളിലും പരാജയപ്പെട്ടു പോവുകയാണ് എങ്കിൽ തീർച്ചയായും അവിടെ ഒരു നല്ല ഭാര്യയ്ക്ക് ദീനുണ്ടായാൽ നല്ല ഭാര്യ ആവുമെങ്കിൽ നമുക്ക് ദീനുണ്ടായിട്ട് നമ്മൾ എന്തുകൊണ്ട് നല്ല ഭാര്യ ആവുന്നില്ല എന്ന് നമ്മൾ ആലോചിക്കണം. തിരിച്ചു വേണം. ഒരു ഭർത്താവിനെ സംബന്ധിച്ചൊന്ന് ഖിയാറുക്കും നിസായിക്കുന്നതാണ്. നല്ല ആൾ എന്ന് പറഞ്ഞാൽ ഭാര്യയോട് നല്ലക്ക് പെരുമാറുന്ന ആളാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും നന്മ ഉണ്ടെങ്കിലും സ്വന്തം ഭാര്യയോട് നല്ലക്ക് പെരുമാറുന്നില്ല എങ്കിൽ എന്നിൽ നന്മയില്ല എന്ന് ചിന്തിക്കാൻ എന്ത് ചെയ്യണം? അയാൾക്ക് പറ്റണം. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ നമുക്കതിന് പറ്റും. കാരണം പ്രകൃതിപരമായ അള്ളാഹു അങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. മിൻ അംഫുസിക്കും അസുവാജ്, നിങ്ങളിൽ നിന്ന് ഭാര്യമാരെന്ന് പറയുമ്പോൾ അത് എല്ലാ മനുഷ്യർക്കും പരസ്പരം ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും പറ്റുന്ന അതേ വർഗങ്ങളിൽ നിന്നാണ് ഇണകളുണ്ടായത് എന്നാണ്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കണം. നമ്മുടെ പെരുമാറ്റങ്ങളെയും സ്വഭാവങ്ങളെയും ഒക്കെ നന്നാക്കി എടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് വേണം. അപ്പോൾ അതിൽ സ്വീകരിക്കേണ്ട സമീപനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഭർത്താവിനോട് സ്വീകരിക്കേണ്ട സമീപനങ്ങൾ എപ്പോഴും നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ അതിലുള്ള ഒരു കാഴ്ചപ്പാട് എന്തായിരിക്കണം? നമ്മൾ അയാളെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി എന്ന കാഴ്ചപ്പാടായിരിക്കണം. നമ്മളെ ബഹുമാനിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അദ്ദേഹത്തിന് അതിൻ്റേതായ ഒരു ബഹുമാനവും ആദരവും കൊടുക്കണം. അതേപോലെ തന്നെ ഒരു പരിഗണന നമ്മൾ അവർക്ക് കൊടുക്കണം. പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കണം. എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു മാർഗനിർദ്ദേശം തന്ന് മുന്നിൽ നിൽക്കുന്ന ഒരാളെന്ന നിലക്കുള്ള ഒരു നേതൃസ്ഥാനം നമ്മൾ വകവെച്ച് കൊടുക്കണം. അപ്പോൾ ഇങ്ങനത്തൊക്കെ നമ്മൾ ചെയ്യാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അയാളെ ഉപയോഗപ്പെടുത്താൻ, അയാൾക്ക് ചെയ്യുന്ന സേവനങ്ങളെയും ബന്ധങ്ങളെയും അടിസ്ഥാനത്തിൽ അയാളെ ചൂഷണം ചെയ്യാൻ, നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ഒരു ആയുധമായി, നമ്മുടെ ഒരു സേവകനായി നമ്മൾ കണ്ട് ഉപയോഗപ്പെടുത്തുക. അതിന് അയാൾ വഴങ്ങിയില്ലെങ്കിൽ നമ്മൾ അയാളോട് പിണങ്ങുന്നു, അയാൾക്കുള്ള അവകാശങ്ങൾ നിഷേധിക്കുന്നു, അയാൾ നമ്മൾ ദേഷ്യം കാണിക്കുന്നു. അങ്ങനെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മളെങ്ങനെയാണ് ഒരു നല്ല ഭാര്യയാവുന്നത്? അവിടെ നമ്മൾ അയാൾക്ക് കൊടുക്കേണ്ട ഒരു സ്ഥാനവും നമ്മുടെ ഒരു സംരക്ഷകൻ എന്ന നിലക്ക് കൊടുക്കേണ്ട ഒരു മഹത്വമൊക്കെ കൽപ്പിച്ചുകൊണ്ട് അനുസരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റണം. ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അയാൾ ഭാര്യയെ കാണുന്ന കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ, ഞാൻ സംരക്ഷിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് അവൾക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല, ഒരു പ്രയാസം ഉണ്ടാവാൻ പറ്റില്ല, ഒരു പരാതി ഉണ്ടാവാൻ പറ്റില്ല, ഒരു മാനസിക വിഷമം ഉണ്ടാവാൻ പാടില്ല. കാരണം ഞാൻ ജീവിച്ചിരിക്കാത്ത സമയത്താണെങ്കിൽ പോട്ടെ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ സംരക്ഷണ ചുമതല ഏൽപ്പിക്കപ്പെട്ട ഒരാൾ നിർഭയത്വത്തോടെ ജീവിക്കണം, ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു പോകണം, സംരക്ഷിക്കപ്പെടണം. അതുകൊണ്ട് എന്തൊക്കെയാണോ ഒരു ഭർത്താവിൽ നിന്നൊരു ഭാര്യ പ്രതീക്ഷിക്കുന്നത് അതെല്ലാം അവൾക്ക് നൽകി ഒരു നല്ല സംരക്ഷകനായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ദീൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ഒരു ഭർത്താവ് വിചാരിക്കണം. ദീനിൻ്റെ രംഗത്ത് ആണ് ഞാനെന്ന് പറയുന്നുണ്ടെങ്കിലും ദീനിയായ നിലക്കുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നിടത്ത് അയാൾ പരാജിതനാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും. ഇങ്ങനെ മതപരമായ ചിട്ടകളും കാര്യങ്ങളും ഉണ്ടെന്ന് പറയുന്ന സ്ത്രീ പുരുഷന്മാർ കുടുംബജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നുവെങ്കിൽ അവിടെ നമ്മുടെ ദീനിനെ നമ്മൾ ആത്മപരിശോധന നടത്തണം. ദീൻ എന്നുള്ളത് എൻ്റെ കുടുംബജീവിതത്തിൽ പ്രതിഫലിക്കുന്നില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അത്തരത്തിലൊരു മാറ്റത്തിന് നമ്മൾ തയ്യാറാവുകയും വേണം. അള്ളാഹു സഹായിക്കും.